എടി മോളെ, ഇന്നേ അമ്മായി വരും കേട്ടോ. വാപ്പായാണ് അമ്മായി വിളിച്ചത്. ഇവിടെ എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് പറ്റത്തില്ലല്ലോ മോളെ, ജോലിയും നിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ടൊക്കെ. പിന്നെ ഈ പച്ചമരുന്നിനെ കുറിച്ചൊന്നും ഉമ്മാക്കൊന്നും വലിയ പിടുത്തമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഒരാളെ നോക്കുന്ന കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് നിൻ്റെ വാപ്പായാ പറഞ്ഞത് അമ്മായിയെ നോക്കാൻ. അമ്മായി വിളിച്ചത് വാപ്പ തന്നെ അതിൻ്റെ. അതുകൊണ്ട് അവരിന്ന് വരുന്നുണ്ട്, അവിടെ നിന്ന് ഇറങ്ങിയിട്ടുമുണ്ട്. പിന്നെ എന്തെങ്കിലും പറഞ്ഞാൽ നീ ഒന്നും മിണ്ടണ്ട കേട്ടോ. എൻ്റെ പൊന്നാരുമ്മ, ഉമ്മക്ക് എന്തിൻ്റെ ഇതായിരുന്നു ഉമ്മ. അമ്മയുടെ സ്വഭാവം അറിയുമ്പോൾ തന്നെ ഉമ്മ ഇപ്പം ഇങ്ങോട്ട് വിളിച്ച് വരുത്തിയത്. അല്ലേ തന്നെ അവരോട് ചുമ്മാത് വന്നാൽ തന്നെ ഇവിടെ ഇടങ്ങേറാം. അതിൻ്റെ ഇടയ്ക്കൂടെ ഇപ്പം വിളിച്ച് വരുത്തണ്ടേ? ഈ ഇത്രയും ദിവസം അവരോട് നിൽക്കണ്ടേ? ഉമ്മക്ക് എനിക്ക് സമാധാനമായിട്ട് എന്നിവിടെ പ്രസവിച്ച് കിടക്കാൻ സമ്മതിക്കത്തില്ലേ ഉമ്മ? എനിക്കോ ഇനി കുഞ്ഞിന് ഒരു സമാധാനം കിട്ടത്തില്ല. ഇനി കുഞ്ഞ് കഴിഞ്ഞാൽ കുറ്റമാണ്, ഇനി ഞാനെന്തെങ്കിലും ചെയ്ത കുറ്റമാണ്. അതെടുക്കാൻ പാടില്ല, ഇതെടുക്കാൻ പാടില്ല അറിയാമെന്നുണ്ട്. പിന്നെ എന്തിനാണ് ഉമ്മ ഇങ്ങോട്ട് വിളിച്ച് വരുത്തിയത് അവരെ? ഷോ, ഇപ്പം ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരത്തില്ലായിരുന്നു. ഞാൻ ഇക്കാടെ വീട്ടിൽ തന്നെ അങ്ങോട്ട് പോയേനെ. ഓ സാരമില്ലടി മോളെ, ഇതിപ്പം ഒരു സഹായത്തിന് വേണ്ടിയിട്ടല്ലേ. ഉമ്മായിക്കോ എല്ലാം കൂടെ ഒറ്റയ്ക്ക് പറ്റത്തില്ല. പിന്നെ ഈ പച്ചമരുന്നിനെ കുറിച്ചൊന്നും ഉമ്മായിക്ക് അറിയില്ലടി മോളെ. അതാകുമ്പോൾ അമ്മായിക്ക് ഇതൊക്കെ നല്ല പിടുത്തമല്ലേ. ഞാനിത് പറഞ്ഞപ്പോഴത്തേക്ക് നിൻ്റെ വാപ്പായ അമ്മായി വിളിച്ചത് തന്നെ. ഇനിയിപ്പം വിളിക്കണ്ടെന്ന് പറയാനേ പറ്റും, നിൻ്റെ വാപ്പായ്ക്കും കയറുവാകും. അതുകൊണ്ട് പിന്നെ ഞാനൊന്നും മിണ്ടിയില്ല. പിന്നെ കുറച്ച് ദിവസത്തെ കാര്യമില്ലടി മോളെ, കുറച്ച് ദിവസം കഴിയുമ്പോൾ അങ്ങ് പൊക്കോളും. എന്തെങ്കിലും പറയാം നമുക്ക്. ഇതിപ്പോൾ വാപ്പായി വിളിച്ചും പോയി, അവിടെ നിന്ന് അമ്മായി ഇറങ്ങിയിട്ടും ഉണ്ട്. ഇതിപ്പോൾ രാവിലെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞേനെ അമ്മായി വിളിച്ചെന്ന്. അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞേനെ. ഇപ്പം വരട്ടെ, അല്ല ഇപ്പം എന്ത് ചെയ്യാനാ. വന്നിട്ട് കുറച്ച് ദിവസം നിൽക്കട്ടെ. അല്ലെങ്കിലും ഒരുപാട് നിൽക്കത്തൊന്നുമില്ല നീ. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയും, നീ അതിനൊന്നും എതിര് പറയാതിരുന്നാൽ മതി കേട്ടാ. ഉമ്മ ഇനി അടുക്കളോട്ട് ചെല്ലട്ടെ, ഉച്ചയൂണിനെല്ലാം ഒന്ന് തയ്യാറാക്കി വെക്കട്ടെ. കുഞ്ഞിനെ മോള് അങ്ങോട്ട് നീക്കി കിടത്തിയിട്ട് മോളും അങ്ങോട്ട് കട കേട്ടാ. ഓ ശരി. ഉമ്മാക്ക് ഈ വീടിൻ്റെ സമാധാനം പോയല്ലേ പറ്റത്തുള്ളൂ. വരട്ടെ. ആ കൊള്ളാം. ഈ ഫ്രണ്ടിലെ വാതിൽ തുറന്നിട്ടിട്ട് നീ ഈ അടുക്കളയിൽ വന്നിരിക്കുന്നില്ലേ? നിങ്ങളൊക്കെ എത്ര കേട്ടാലും കണ്ടാലും നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ലേ? ഒരു പെണ്ണ് ഇവിടെ പെറ്റ് കിടപ്പുണ്ട്. ആരെങ്കിലുമൊക്കെ ഒന്ന് കയറി വന്നാൽ അറിയുമോ? വാതിൽ തുറന്നിട്ട് ഇപ്പം തന്നെ എന്തെല്ലാം പ്രശ്നങ്ങളാ. നിങ്ങൾക്കൊരു ബോധം പൊക്കണമൊന്നും ഇല്ല. വാതിൽ തുറന്നിട്ടിട്ട് അവൾ ഇനി അടുക്കള വന്നിരിക്കുന്ന വാതിൽ കുറ്റിയിട്ടാൽ എന്താ? തുറന്ന് മലത്തി അങ്ങ് ഇട്ടിരിക്കുക. അയ്യോ, ഞാൻ വാതിൽ തുറന്നിട്ടതല്ല, പെരയൊക്കെ ഒന്ന് തൂത്ത് വാരിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പോഴായിരുന്നു ഞാൻ അടുപ്പത്ത് കറി വെച്ചിരിക്കുന്ന കാര്യം ഓർത്തത്. അത് വന്ന് ഇറക്കിയില്ലെങ്കിൽ അടുക്കി പിടിച്ചേനെ. അങ്ങനെ പെട്ടെന്ന് അതും കൂടെ ഒന്ന് ഇറക്കി വെച്ചതായിരുന്നു. ഇരിക്ക്, ഞാൻ ചായ എടുക്കാം. ഓ, ഈ നട്ടുച്ചയ്ക്കല്ലേ ഇനി ചായ കുടിക്കാൻ വന്നത്? ഉഫ്, നീ ഒരു നല്ല തണുത്ത വെള്ളം ഉണ്ടെങ്കിൽ ഉണ്ടാക്ക്. ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിലേ ഒരു വെള്ളം പിരി. ഞാൻ അപ്പോഴത്തേക്ക് കൊച്ചിനെ തള്ളയൊന്ന് കണ്ടിട്ട് വരട്ടെ. ഓഹ് ചായ. ആ, ഫ്രിഡ്ജിൽ നാരങ്ങ ഉണ്ടോ നോക്കട്ടെ. ആ കൊള്ളാം. എടി കൊച്ചേ, നീ ഇതെന്തോ കാണിക്കുവ ഇത്? പെറ്റവരാണോ ഇങ്ങനെ ഇരിക്കുന്നത്? കാലും മടക്കിയും കുത്തി പിടിച്ചോണ്ട് ഇരിക്കുന്നത് കണ്ടില്ലേ? കാലങ്ങോട്ട് നൂത്ത് വെച്ചിട്ട് അങ്ങോട്ട് കിടക്കുക, അല്ലാതെ ഫോണ് നോക്കി ഇരിക്കരുത്. കണ്ണിന് കേടാ. ഇതൊന്നും നിൻ്റെ ഉമ്മ പറഞ്ഞൊന്നും തന്നിട്ടില്ല. ഇപ്പോഴത്തെ പെൺപിള്ളേർക്കൊന്നും പറയാനും പറ്റത്തില്ലല്ലോ. പ്രസവിച്ച് കിടക്കുന്ന പെണ്ണല്ലോടി നീ. ഇങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്. ആ കൊച്ചുറങ്ങുന്ന സമയത്ത് നീയും കൂടെ നീ നല്ലതുപോലെ അങ്ങോട്ട് കിടക്കുക. നടു അങ്ങോട്ട് നൂത്തിട്ട് അങ്ങോട്ട് കിടക്കണം, അല്ലാതെ ഇങ്ങനെ ഫോണും നോക്കി ഇരിക്കുവല്ല. മതി, അങ്ങോട്ട് മാറ്റി വെക്ക്. എന്തോ ഇത്? ഞാൻ ചുമ്മാ ഫോൺ നോക്കിയിരിക്കുന്നില്ലായിരുന്നു. ഇക്ക വിളിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ കോളിൽ. ഇക്കയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ആ, അപ്പോൾ നിൻ്റെ കെട്ടിയൻ ഗൾഫിൽ പോയാ വീഡിയോ കോൾ ചെയ്യാനായിട്ട്? കാണാൻ നടക്കുമെന്നാ നിൻ്റെ കെട്ടിയോനെ നീ? ഗൾഫിൽ പോകുന്നവർക്ക് മാത്രമേ വീഡിയോ കോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലാത്തവർക്ക് വീഡിയോ കോളൊന്നും ചെയ്യാൻ പാടില്ലേ? എടി കൊച്ചേ, നീ കടന്നിങ്ങനെ ചുമ്മാ സംസാരിക്കല്ലേ. ഞാൻ പറഞ്ഞതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് എനിക്കറിയാം. ഇത് എനിക്ക് വേണ്ടി പറയുന്നതല്ല, നിനക്ക് വേണ്ടി പറയുന്നതാ. പ്രസവിച്ച് കിടക്കുന്നവർ നല്ലതുപോലെ റെസ്റ്റ് എടുക്കണം. നിൻ്റെ ശരീരം നീ നോക്കുക, അത്രേ ഉള്ളൂ. ഇപ്പം കിട്ടുന്ന ഈ റെസ്റ്റൊക്കെ ഉള്ളു. ഈ ഒറ്റ പ്രസവം കൂടെ തീർന്നാ നിൻ്റെ പ്രസവം? ഇനി നിനക്ക് പ്രസവിക്കൊന്നും വേണ്ടേ? അതുകൊണ്ട് ഈ ആദ്യത്തെ പ്രസവത്തിൽ തന്നെ നല്ല നല്ല രീതിയിൽ നോക്കിയാലേ നിൻ്റെ ശരീരം നല്ല ഇതാവത്തുള്ളൂ. ഇതേ ഞാൻ പറയുന്നതുകൊണ്ട് കേട്ടച്ചാൽ മതി. ഓ, അന്ന് കയറിയില്ല, അതിൻ്റെ തുടങ്ങിയിട്ടുണ്ട് ഭരണം. ഇങ്ങനായാൽ
നോക്കിക്കോ. ഛെ. എടി പെണ്ണേ, നിന്റെ മോടെ സാമർത്ഥ്യത്തിന് ഒരു കുറവൊന്നും ഇല്ലല്ലോ. ഞാൻ ചെന്നപ്പോൾ അവള് ഫോൺ നോക്കിയിരിക്കുക. അത് ഞാൻ പറഞ്ഞതിന് പിന്നെ എന്നെ ഒന്നും ഇല്ല അവള് പറയാനായിട്ട്. ഈ സ്വഭാവം കൊണ്ടാണ് അവളവിടെ ജീവിക്കുന്നത്. ആ, നല്ല ചേല. ഉടനെ എനിക്ക് പറഞ്ഞു വിടും അവരിങ്ങനെ. കൊള്ളാം. അവളെങ്ങനെയാണോ ഇനി അവിടെയൊക്കെ കാണിച്ചു കൂട്ടുന്നത്. അവിടെ അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത. ഇവളെന്ന് പറഞ്ഞാൽ അവർക്ക് അവിടെ ജീവനാ. അവർക്ക് ഈ 3 ആമ്പിള്ളേരാണല്ലോ. അതിൻ്റെ ഇടയ്ക്കാണല്ലോ ഇവളെ കൂടി ചെന്നത്. അതുകൊണ്ട് അവളെ നിലത്തും താഴ്ത്തി വെക്കാതാണ് അവരവിടെ നോക്കുന്നത് തന്നെ. അതുകൊണ്ട് അവളെ ഭരിക്കാനൊന്നും അവിടെ ആരും ചെല്ലത്തൊന്നുമില്ല. എല്ലാം അവിടെ ഇഷ്ടത്തിന് അവിടെ കാര്യങ്ങൾ നടക്കുന്നത് തന്നെ. ഇപ്പം തന്നെ അവർ ഈ പ്രസവത്തിന് അവർ തന്നെ അവർ നോക്കിക്കോളാമെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇതായിരുന്നു. വല്ലച്ചാലുമാണ് ഞാനും ഇക്കയും കൂടെ പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇപ്പം തന്നെ ഒരു 3 മാസം തികയുന്നതിന് മുമ്പ് അവരുള്ള കൊണ്ടുപോകുന്നതാണ് എൻ്റെ ചിന്ത മൊത്തം. നമുക്കും ഇല്ലേ, ആദ്യത്തെ ആയതുകൊണ്ട് പിന്നെ നമ്മൾ പിന്നെ ഒരു വിധത്തിലൊക്കെ പറഞ്ഞ് സമ്മതിച്ച് കൊണ്ടുവന്നതേ ഉള്ളൂ. അല്ലാതെ അവിടെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത. ആ, അത് പോട്ടെ. പിന്നെ നീ പുറത്ത് വല്ലതും ഒതുക്കാനാ തുണി വല്ലതും കഴുകാനാ ഉണ്ടെങ്കിൽ പോയി നീ കഴുകും. ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. പിന്നെ അവിടെയും കൊച്ചിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ ഇടപെടേണ്ട കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പച്ചമരുന്നിൻ്റെ കാര്യമൊക്കെ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. ആ രാവിലെ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞായിരുന്നു. ഇപ്പം അവൻ വരുമ്പോൾ അതൊക്കെ മേടിച്ചുകൊണ്ട് വരും. പിന്നെ രാത്രിയിലേ നീ കിടക്കണ്ട, ഞാൻ കിടന്നോളാം. നീ ഇല്ല ഗുളിക മരുന്നൊക്കെ കഴിക്കുന്നില്ല. ഉറക്കം ഒഴിയുമ്പോഴത്തേക്ക് പിന്നെ നിൻ്റെ ശരീരം പിന്നെ ഒന്നിനും കൊള്ളത്തില്ല. അതുകൊണ്ട് ഞാൻ കിടന്നോളാം. നമുക്ക് പ്രത്യേകിച്ച് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ നീ ഉറക്കം ഒഴിഞ്ഞിട്ട് ഈ പെണ്ണ് എണീറ്റ് പോകുമ്പോഴത്തേക്ക് പിന്നെ നിന്നെ നോക്കാൻ നിൽക്കണം ആരെങ്കിലും. അതുകൊണ്ട് നീ ആ കാര്യം ഓർക്കണ്ട. നീ പഴയതുപോലെ ഇവിടെ നിന്നൊക്കെ ചെയ്യുന്ന അതൊക്കെ അങ്ങ് ചെയ്താൽ മതി. അവിടെ കൊച്ചിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം കേട്ടോ. നീ വല്ലതും പുറത്ത് വല്ലതും ഉണ്ടെങ്കിൽ പോയി ചെയ്യ്. ചെല്ല്. ശരി. ഉമ്മ ഇതിവിടെ പറ്റത്തില്ല കേട്ടോ. ഇത് വന്ന് കയറിയില്ല, അവർ തുടങ്ങിയിട്ടുണ്ട്. ഉമ്മക്ക് ഇവരുടെ സ്വഭാവം അറിഞ്ഞിട്ട് ഉമ്മ വിളിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇതിപ്പോൾ എനിക്ക് ഒന്നിനും സ്വാതന്ത്ര്യമില്ല. എനിക്കിഷ്ടമുള്ളപ്പോൾ ഇരിക്കും, എനിക്കിഷ്ടമുള്ളപ്പോൾ കിടക്കും. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഭർത്താവിനെ എനിക്ക് വിളിക്കാൻ പാടില്ലെന്ന്. വീഡിയോ കോളിൽ ഇത് സംസാരിച്ചപ്പോൾ അതൊന്നും പാടില്ല. ഫോണിൽ നോക്കിയിരിക്കാൻ പാടില്ല. ഇത് ഇന്ന് വരാനിരുന്നതാണ്. അപ്പോൾ പറയുക പെറ്റ് കിടക്കുന്ന വീട്ടിലൊന്നും ഭർത്താക്കന്മാർ വന്നുകൂടാന്ന്. എന്താണ് കുഴപ്പം? വന്നാൽ അതിക്ക കേൾക്കുകയും ചെയ്തു. പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് കട്ട് ചെയ്തു. ആരാ വന്നേന്ന് ചോദിച്ചോണ്ട്. ദേ ഉമ്മ, ഞാൻ ഉമ്മടുത്തൊരു കാര്യം പറയാം. ഇവരിവിടെ നിന്നാൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ പുതുക്കി കൂട്ടും. ഇങ്ങനാണെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കത്തില്ല. ഞാൻ ഇക്കാടെ വീട്ടിൽ പോകും. എനിക്ക് സമാധാനം വേണം. ഇതെന്തോന്നാ ഇത്? സ്വസ്ഥതയും സമാധാനമില്ല. അങ്ങോട്ട് പോയ കുറ്റം, ഇങ്ങോട്ട് പോയ കുറ്റം, ഇരുന്നാൽ കുറ്റം, കിടന്നാൽ കുറ്റം, കൊച്ചു കരയുന്നത് പിന്നെ ഞാൻ നോക്കാഞ്ഞിട്ടാണെന്ന്. എന്തൊക്കെയാണോ അവരിവിടെ പറയുന്നത്. എന്തായാലും വന്നിട്ട് ഇപ്പം അധികം നേരമായിട്ടില്ല. ദേ പണ്ട് ഞാൻ കേട്ടിരിക്കും. ഇപ്പം എനിക്കെന്നെ കേൾക്കേണ്ട യാതൊരു ആവശ്യമൊന്നുമില്ല. പിന്നെ ഉമ്മക്ക് സഹായത്തിന് ആളെ വേണമെങ്കിൽ ഉമ്മ പറ. ഞാൻ ഉമ്മാക്കൊരു സഹായത്തിന് ആളെ ഞാൻ വെച്ച് തരാം. പൈസ കൊടുത്താൽ പോരെ. അല്ലാതെ ഇതിനെ ഒന്നും വെച്ച് ഉറപ്പിച്ചാൽ ശരിയാകത്തില്ല. ഇവിടെ ഇനി ഇക്കാണ്ട് വീട്ടിൽ നിന്നൊക്കെ ആൾക്കാരൊക്കെ വരും. അവർക്കൊക്കെ ഇങ്ങനത്തെയൊക്കെ സംസാരമായിരിക്കുമെന്നേ. എനിക്ക് പിന്നെ അവിടെ പോയി ജീവിക്കേണ്ടതാണ്. അതുകൊണ്ട് ഉമ്മ എങ്ങനെയാണെന്ന് വെച്ചാൽ പറഞ്ഞു വിടുക കേട്ടോ. എനിക്കൊരു സമാധാനം വേണം എനിക്കിവിടെ. എടി മോളെ, ഒന്നിപ്പോൾ അതൊക്കെ പറയടി. നിൻ്റെ വാപ്പായോ നിൻ്റെ അമ്മായും എല്ലാം കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ പുകിൽ വേറെ ആയിരിക്കും. കുറച്ച് ദിവസം നിൽക്കട്ടെടി. 2 ദിവസം കഴിയുമ്പോൾ അങ്ങ് ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കാം. എനിക്കറിയാം അവർ തോന്നുന്നതിനും പിടിക്കുന്നതിനൊക്കെ കുറ്റമാണ്. എനിക്കും എല്ലാവർക്കും അറിയാം. നിൻ്റെ വാപ്പാക്കും അറിയാം. പക്ഷെ വാപ്പ പിന്നെ അത് കണ്ടില്ല നീ അടിക്കത്തുള്ളൂ. എന്തൊക്കെയായാലും അവർ മൊത്ത പെങ്ങളല്ലേ ഓടി. നീ ചുമ്മാ ഇരി. 2 ദിവസം കഴിയട്ടെ. ഇപ്പം ഇന്നങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. 2-3 ദിവസമാക്കുന്ന എന്തിനാടി? ഞാനിപ്പോൾ തന്നെ അങ്ങ് പോക്കോളാം. ഞാൻ ഈ ഓരോന്നൊക്കെ പറയുന്നതേ ഞാൻ മനസ്സിൽ വെച്ചുകൊണ്ടൊന്നുമല്ല. അതങ്ങ് ശീലമായിപ്പോയി. അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുമോയെന്നും ഞാൻ നോക്കാറില്ല. ചെറുതിലുള്ള ശീലങ്ങളാണ് എനിക്ക്. പറയാനുള്ളത് ഞാൻ മുഖത്ത് നോക്കി പറയും. അത് എന്തുവാണെങ്കിലും ശരി. അത് മറ്റുള്ളവർക്ക് വിഷമാവോ അത് ഇതാവോ ഒന്നും ഞാൻ നോക്കാറില്ല. എൻ്റെ മനസ്സിലെ ഭാരം ഞാൻ അങ്ങ് പറഞ്ഞു തീർക്കും. അത്രയേ ഉള്ളൂ. അതെൻ്റെ മക്കളും പറയും. ഞാൻ കണ്ണും പൂട്ടി വർത്താനം പറയുന്നത് ആർക്കും ഇഷ്ടപ്പെടത്തില്ല എന്ന്. ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ സ്നേഹം ഉള്ളത് കൊണ്ടാണ്. എനിക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ എനിക്കറിയത്തില്ല. നിൻ്റെ കാര്യമാണെങ്കിലും എൻ്റെ ആങ്ങളുടെ മക്കളൊക്കെ തന്നെയല്ലേ നിങ്ങൾ. അതുകൊണ്ട് ഞാനിവിടെ നിൽക്കുന്നൊന്നുമില്ല. നിൻ്റെ സമാധാനവും ഞാൻ കളയുന്നുമില്ല. അവൻ വിളിച്ചത് കൊണ്ട് മാത്രമൊന്നുമല്ല ഞാൻ വന്നത്. എനിക്ക് നിങ്ങളെയൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണ്. പക്ഷേ
നിങ്ങൾ പറയുന്ന പോലെ ഒന്നും സ്നേഹമൊന്നും വാരിക്കോരി തരാനൊന്നും എനിക്കറിയത്തില്ല. ഉള്ളിലുണ്ട്. ഹാ, വന്നപ്പോൾ തന്നെ ഡ്രസ്സ് മാറാഞ്ഞത് ഭാഗ്യം. തിരിച്ചങ്ങ് പോകാം. ഇനിയിപ്പോൾ ഞാൻ നിൽക്കുന്നൊന്നുമില്ല. നിന്നിട്ട് ഇനി നിൻ്റെയും കുഞ്ഞിൻ്റെയും സമാധാനമായിട്ട് ഞാൻ കളയുന്നൊന്നുമില്ല. പൊന്നുപോലെ നോക്കണമെന്ന് വെച്ചിട്ടാണ് വന്നത്. പിന്നെ നിൻ്റെ ഉമ്മയുടെ അവസ്ഥയും കൂടെ അറിഞ്ഞോണ്ടാ. നിങ്ങളിനി ആളെ നിർത്തി നോക്കുവോ ചെയ്യിപ്പിക്കുവോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. ഞാനിവിടുന്ന് പിണങ്ങി പോകുമെന്നുള്ള വിചാരണവും വേണ്ട. ഞാൻ ഇനിയും വരും. പക്ഷേ ഇനി ഇതുപോലത്തെ ആവശ്യങ്ങൾക്കൊന്നും ഞാൻ വരുത്തൊന്നുമില്ല. നാണക്കേടും ബുദ്ധിമുട്ടും ഒക്കെ ആക്കാനായിട്ട് ഞാൻ ഇനി വരുത്തില്ല. ഇത്ത അവളെന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ഇത്ത പോകാൻ നിൽക്കണ്ട. എന്നാലും ഇത്ത വന്നേയല്ലേ, 2 ദിവസം കഴിഞ്ഞിട്ട് പോകാം. അവള് ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറയുന്നതിലും ഇത്തയ്ക്ക് അറിയാമല്ലോ, ചെറുതിലേ അവളെന്തെങ്കിലും ഇത്ത പറയുമ്പോഴത്തേക്ക് തന്നെ അവൾ മറുപടി പറയുന്നതല്ലേ. ഇപ്പോൾ പിന്നെ അത്ത സാരമാക്കണ്ട. എന്തായാലും ഇത്ത വന്നേയല്ലേ. ഇക്ക ഇങ്ങോട്ട് വന്നില്ല, വന്നിട്ട് ഇത്ത പോയെന്ന് പറയുമ്പം തന്നെ അതിന് ഞാൻ പിണങ്ങി പോകുന്ന ഞാൻ പറഞ്ഞില്ലല്ലോ. ഇഷ്ടമില്ലാത്തടത്ത് നിന്നിട്ട് എന്ത് കാര്യമുള്ളത്? ഞാനിവിടെ നിൽക്കുന്നൊന്നുമില്ല. ഇനി നീ അവളെ നിന്നെ കൊണ്ട് ഒക്കുന്ന എന്തെങ്കിലും വെച്ചാൽ നീ ചെയ്ത് നോക്കും. പിന്നെ അവൾ ആ ആളെ ആരാണ്ട് ഏർപ്പാടാക്കി തരാമെന്ന് പറഞ്ഞില്ലേ, അതാ നല്ലത്. നിൻ്റെ വയ്യാഴി ഓർത്തുകൊണ്ടൊക്കെ തന്നെ ഞാൻ കൂടുതലും വന്നു തന്നെ. പിന്നെ അവൻ വരുമ്പോൾ പറഞ്ഞാൽ മതി ഞാൻ വന്നിട്ടങ്ങ് പോയെന്ന്. എനിക്ക് വേറെ എന്തെങ്കിലും തിരക്കാണെന്നോ എന്തെങ്കിലും പറഞ്ഞാൽ മതി. അവൻ വിളിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാം. ഇനി അതിൻ്റെ പേരിൽ ഇനി നിങ്ങളാരും ഇനി വഴക്കുണ്ടാക്കണ്ട. പിന്നെ അവിടുത്തെയൊക്കെ മര്യാദയ്ക്ക് നേരെയൊക്കെ കിടക്കാൻ പറഞ്ഞു കൊടുക്കണം. അതിപ്പം അറിയത്തില്ല, കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ വശങ്ങളൊക്കെ പിന്നെ ഇതാവത്തുള്ളൂ. പിന്നെ ആശുപത്രി കയറി ഇറങ്ങാനും ഒക്കെ നടക്കാൻ പറ്റത്തുള്ളൂ. നല്ല രീതിയിലൊക്കെ നോക്കിയെടുക്കണമെന്ന് പറഞ്ഞാൽ വന്നത്. ചിലപ്പോൾ ശരിയാവത്തില്ല. എനിക്ക് മനസ്സിൽ വെച്ച് പെരുമാറാനൊന്നും എനിക്കറിയത്തില്ല. ഞാൻ വാ തുറന്ന് പറഞ്ഞു പോകും. പിന്നെ അത് വഴക്കാവും കെറുവാവും. എന്തിനാ? അതിൽ നിന്ന് ഞാൻ ഇപ്പം തന്നെ പോകുന്നതല്ലേ നല്ലത്. ആ വരുമ്പോൾ പറഞ്ഞുതരാം. പിന്നെ നിങ്ങൾക്ക് ആരാന്ന് വെച്ചാൽ നിർത്തിക്കോ. പോട്ടെ എന്നാ.